സുവിശേഷ സന്ദേശ യാത്രയാണ് ഈ വീഥിയിൽ വന്നെത്തുവാനായിട്ടിടയായത്. നമുക്കറിയാം, പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഈ നാളുകളിൽ എന്തുകൊണ്ടാണ് സുവിശേഷകന്മാരായ ഞങ്ങൾ വീഥികൾ തോറും മാറ്റമില്ലാത്ത സുവിശേഷമായി വരുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ സംബന്ധിച്ചുള്ള മനുഷ്യൻ ഒരു ഇഹലോക ജീവി മാത്രമല്ല, പരലോകവാസിയും കൂടിയാണ്. ഇവിടെ ജനിക്കുന്നതായ സകല ചരാചരങ്ങളും മണ്ണിൽ ലയിച്ച് മരണത്താൽ അവസാനിക്കുമ്പോൾ മരണം കൊണ്ട് അവസാനിക്കാത്തതായ മഹത്വകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. മരണത്തിന്റെ അപ്പുറമായി മനുഷ്യന് ജീവിതമുണ്ടെന്നും ആ ജീവിത തലങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണമെന്നും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗത്തിന് പ്രവേശിപ്പാൻ കഴിയാത്ത ഒരു സ്വർഗരാജ്യമുണ്ട് എന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗവും വഴിയും ഏതൊന്നുമായ അരുളപ്പാടുകളെ സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുവാനും ആ വചനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മരണത്തിനപ്പുറമായ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുക എന്ന പരമപ്രധാനമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സുവിശേഷവുമായി നിങ്ങളുടെ ദേശത്തായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശബ്ദത്തെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരാത്മീയ കൂടിവരവാണല്ലോ. പ്രാർത്ഥനയോടെ ഞങ്ങൾ തുടങ്ങുന്നു. അനന്തരം പാട്ടിലൂടെയും സന്ദേശത്തിലൂടെയും ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങൾക്കായി കൈമാറുന്നു. കാരണം യേശുവിന്റെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമമായി ഞങ്ങൾക്ക് ദേശത്ത് വന്നു നിൽക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. പാട്ടിലൂടെയും സന്ദേശത്തിലൂടെയും മാറ്റമില്ലാത്ത സുവിശേഷത്തെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, ആശ്വാസമാകട്ടെ, പ്രത്യാശയ്ക്ക് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദേവദാസന്മാർ അസ്വസ്ഥതകൾ നിവർത്തിക്കും. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ കപ്പൽ കടലിൽ തകർന്നു കാണൂ, കന്യാത്ര വിനയായി ഭവിച്ചു, ഉലഞ്ഞു തകർന്നു താഴൂ. വലിയ കപ്പൽ തകർന്നു കടലിൽ കാണൂ, കന്യാത്ര വിനയായി ഭവിച്ചു, ഉലഞ്ഞു തകർന്നു താഴൂ. സഞ്ചരിക്കുന്ന വലിയ കപ്പൽ തകർന്നു കടലിൽ കാണൂ, കന്യാത്ര വിനയായി ഭവിച്ചു, ഉലഞ്ഞു തകർന്നു താഴൂ. കാണുവോ കാണുവോ, ഉലഞ്ഞു തകർന്നു താഴൂ. കാണുവോ കാണുവോ, ഉലഞ്ഞു തകർന്നു താഴൂ. കരുത്തനായി സമർത്ഥനായി കന്യാത്ര തുടങ്ങവേ, വലിയ കപ്പൽ ഉലയില്ലെന്ന് പമ്പ് പറഞ്ഞു നീങ്ങവേ, മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ മന്നം നീങ്ങവേ, മരണദൂതൻ മഞ്ഞുമലയെ തകിടം മറിച്ചു താഴ്ന്നുവോ, തകർന്നുവോ തകർന്നുവോ, തകിടം മറിച്ചു തകർന്നുവോ, തകർന്നുവോ തകർന്നുവോ, തകിടം മറിച്ചു തകർന്നുവോ. കടലിലാരും കരുതിയില്ല
പടകുകൾ, ജീവിതങ്ങൾ ഉലഞ്ഞു കടലിൽ 1000 പ്രതീക്ഷകൾ. സഞ്ചരിക്കുന്ന വലിയ കപ്പൽ തകർന്നു കടലിൽ കാണുവോ? കന്യാത്ര വിനയ ഭവിച്ചു ഉലഞ്ഞു തകർന്നു താണുവോ? കാണുവോ കാണുവോ ഉലഞ്ഞു തകർന്നു താണുവോ? കാണുവോ കാണുവോ ഉലഞ്ഞു തകർന്നു താണുവോ? ടൈറ്റാനിക് പോലെ തകരുന്നു ഭൂമി എന്ന ഗോളവും. മുന്നറിയിപ്പുകൾ പലപ്പോഴായി കേൾക്കുന്നില്ലേ സോദരാ? തകരുന്നുവോ ഭൂമി എന്ന ഗോളവും? മുന്നറിയിപ്പുകൾ പലപ്പോഴായി കേൾക്കുന്നില്ലേ സോദര? തെറ്റരിക്കുവോ തകരുന്നുവോ ഭൂമി എന്ന ഗോളവും? മുന്നറിയിപ്പുകൾ പലപ്പോഴായി കേൾക്കുന്നില്ലേ സോദര? സോദര സോദര കേൾക്കുന്നില്ലേ സോദര? സോദര സോദര കേൾക്കുന്നില്ലേ സോദര? അന്ത്യകാല സംഭവങ്ങൾ അനുദിനവും കാണുന്നേ. മുന്നറിയിപ്പുകൾ സ്വീകരിച്ചാൽ വഴിയിൽ രക്ഷ നേടിടാം. രക്ഷകനേശുവെ സ്വീകരിച്ചാൽ ഭദ്രമാകും ജീവിതം. ലോകസുഖങ്ങൾ തേടി തേടി മോഹക്കടലിൽ താഴല്ലേ താഴല്ലേ താഴല്ലേ? മോഹക്കടലിൽ താഴല്ലേ താഴല്ലേ താഴല്ലേ? മോഹക്കടലിൽ താഴല്ലേ? കണ്ണിൻ മോഹം, ജഡത്തിൻ മോഹം, ജീവിത പ്രതാപവും ലോകമോഹം തേടി തേടി പാപച്ചേപ്പിൽ വീഴല്ലേ. ധരിക്കുവോ തകരുന്നുവോ ഭൂമി എന്ന ഗോളവും? മുന്നറിയിപ്പുകൾ തടുപ്പോഴായി കേൾക്കുന്നില്ലേ സോദര? സോദര സോദര കേൾക്കുന്നില്ലേ സോദര? സോദര സോദര കേൾക്കുന്നില്ലേ സോദര? കർത്താവിന്റെ ധന്യമായിരിക്കുന്ന നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊന്നിച്ച് ഈ ദേശത്ത് കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഭവനങ്ങളിൽ നിന്നുകൊണ്ടിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം ആഗമനം ചെയ്യുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഭൂലോകത്തിലെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ ആഹ്വാനത്തോടുള്ള ബന്ധത്തിൽ ഈ ദേശത്ത് ഈ നല്ല പകലിൽ കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷത്തിന് ഇങ്ങനെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സുവിശേഷം ഒരു മതത്തിന്റെ സന്ദേശമല്ല, ഒരു സമുദായത്തിന്റെ സന്ദേശമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിന്റെ സന്ദേശമല്ല. പ്രത്യുത ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള മാനവകുലത്തെ മുഴുവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പര്യാപ്തമായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സുവിശേഷ സന്ദേശം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സുവിശേഷ സന്ദേശത്തെ ഒരു സാധാരണ സന്ദേശമായി കാണാതെ തികച്ചും ദൈവിക സന്ദേശമായി തന്നെ കാണുവാനും ഇതിനനുയോജ്യമായിരിക്കുന്ന വിധത്തിൽ തീരുമാനങ്ങളെ ജീവിതത്തിൽ എടുക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആത്മീയ സന്ദേശം
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യത്തെ ഉദ്ധരിച്ച് ആ വാക്യത്തോട് അനുബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വചന ശുശ്രൂഷ പര്യവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരിക്കൽ കൂടെ ഞാനിവിടെ ഉദ്ധരിച്ച അനുഗ്രഹീതമായിരിക്കുന്ന ബൈബിൾ വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അതിങ്ങനെയാണ്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ വാസ്തവത്തിൽ രക്ഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കേവലം ഒരു മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ താൽക്കാലികമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും അവന് ലഭിക്കുന്ന വിടുതലിനെ കുറിച്ചോ പ്രശ്ന പരിഹാരത്തെ കുറിച്ചോ ഒന്നുമല്ല. ഇവിടെ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് പാപിയായ മനുഷ്യന് പാപങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന വിടുതൽ, മോചനം. അതാണ് ഞാനിവിടെ ഉദ്ധരിച്ച ബൈബിൾ വാക്യത്തിൽ രക്ഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പാപമോചനം എന്ന രക്ഷ, ആ രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുകയാണ്. എന്താകുന്നു ആ വഴി, എന്താകുന്നു ആ മാർഗം എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ഞാനിവിടെ ഉദ്ധരിച്ച ബൈബിൾ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ് പാപമോചനം എന്ന രക്ഷ പ്രാപിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാകുന്ന ഏറ്റവും വിലപ്പെട്ട ദാനമാണ് പാപമോചനമെന്ന രക്ഷ എന്ന് പറയുന്നത്. സുവിശേഷം രക്ഷാ സന്ദേശമാണ്. സുവിശേഷത്തെ എന്തുകൊണ്ടാണ് രക്ഷാ സന്ദേശം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സുവിശേഷം പരിചയപ്പെടുത്തുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. ആ
ആ രക്ഷിതാവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒന്ന്, സുവിശേഷം പരിചയപ്പെടുത്തുന്ന രക്ഷിതാവ്, അത് ക്രിസ്തുയേശുവാണ്. ആ രക്ഷിതാവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്ന വിലപ്പെട്ട ദാനമാകുന്ന രക്ഷയാകുന്നു സുവിശേഷത്തിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാകുന്നു. ഈ രക്ഷ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അപ്പൊ ഒരു ചോദ്യം മനസ്സിൽ വന്നേക്കാം, യേശുക്രിസ്തു ആരാകുന്നു? വിശുദ്ധ ബൈബിൾ അതിന് വ്യക്തമായിരിക്കുന്ന മറുപടി നൽകുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ ബൈബിൾ വിളിച്ചു പറയുന്നു യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാകുന്നു. അപ്പോൾ തന്നെ മറ്റൊരു വേദഭാഗത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്: കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ലായിരുന്നു, മനുഷ്യൻ മാത്രമല്ലായിരുന്നു, അവൻ ദൈവമായിരുന്നു, ദൈവമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യവേഷത്തിൽ ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നവരാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താകുന്നു എന്നും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുകയാണ്. തന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭവേളയിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ആഗമനത്തിന്റെ ഉദ്ദേശത്തെ പരസ്യമായി വെളിപ്പെടുത്തി. എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പരസ്യമായിരിക്കുന്ന പ്രസ്താവന എന്ന് ചോദിച്ചാൽ, യേശു ഇങ്ങനെ പറയുവാനിടയായി: ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടി അത്രയാകുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദൈവമായിരിക്കെ മനുഷ്യവേഷത്തിൽ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണ് യേശു ഈ താണഭൂമിയിലേക്ക് വന്നത്? പാപത്തിന് അടിമപ്പെട്ടു പോയ മാനവകുലത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരു മനുഷ്യവേഷത്തിൽ ഈ താണഭൂമിയിലേക്ക് ക്രിസ്തു കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. പാപികളെ രക്ഷിക്കുവാൻ യേശു ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് അപ്പോൾ തന്നെ പാപികളായിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി താൻ ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് ഇവിടെ വിശുദ്ധ ബൈബിളിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: പാപമോചനമെന്ന രക്ഷ പ്രാപിപ്പാൻ ഒറ്റ മാർഗമേ ഉള്ളൂ.
ആ മാർഗം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഒരിക്കൽ യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രക്ഷ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം വെച്ചിരിക്കുന്ന ഒറ്റ മാർഗം അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കത്തുള്ളൂ. വീണ്ടും വചനത്തിൽ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ട് മനുഷ്യന് രക്ഷ ആവശ്യമായി വന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യർ പാപികളായതുകൊണ്ട്, പാപികളാക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യന് രക്ഷ ആവശ്യമായി വന്നു. രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്, ശിക്ഷയിൽ നിന്നുള്ള മോചനം എന്നാണ്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ ഉയർന്നു വന്നേക്കാം, എങ്ങനെയാണ് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്? വിശുദ്ധ ബൈബിളിന്റെ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വിശദീകരണം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവം സകല ചരാചരങ്ങളെ തന്റെ ഒറ്റ വാക്കിൽ ഉളവാക്കി, സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷമായി തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവികമായ ഉദ്ദേശത്തിന് വേണ്ടി മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുവാനിടയായി. സകല ഭൂചര ജന്തുവിന്റെ മേലും അടക്കി വാഴുവാനുള്ള പരമോന്നതമായിരിക്കുന്ന അധികാരം മനുഷ്യന് നൽകി, അവന് പാർക്കുവാൻ മനോഹരമായിരിക്കുന്ന ഒരു തോട്ടമുണ്ടാക്കി, അതിനകത്ത് മനുഷ്യനെ യഹോവയായിരിക്കുന്ന ദൈവം പാർപ്പിക്കുവാൻ ഇടയായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമായി സകലത്തിന്റെ മേലുമുള്ള ഒരു അധികാരം മനുഷ്യന് ദൈവം കൊടുത്തു. അപ്പോൾ തന്നെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സർവശക്തനായിരിക്കുന്ന ദൈവമായിട്ട് ആഴമായ അഭേദ്യമായ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാചകം കിടപ്പുണ്ട്, വെയിലാറുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, സർവശക്തന്റെ സാന്നിധ്യം തോട്ടത്തിൽ വരുമായിരുന്നു, മനുഷ്യന്റെ അടുക്കൽ വരുമായിരുന്നു. ഇത് വാസ്തവത്തിൽ ദൈവവും ആദിമ മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്ന ആ അഭേദ്യമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യന് ദൈവത്തോട് സമാധാനമുണ്ടായിരുന്നു, ദൈവമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മേലുമുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകിക്കൊടുക്കുവാനിടയായി. അത് മാത്രമല്ല, മനുഷ്യനോടൊരിക്കൽ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു. തോട്ടത്തിലുള്ള മുഴുവൻ വൃക്ഷങ്ങളെ കാണിച്ചിട്ട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിൽ കാണുന്ന വൃക്ഷങ്ങളുടെ ഫലമൊക്കെ നിനക്ക് ഭക്ഷിക്കാം, നിനക്ക് ഇഷ്ടംപോലെ ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, നീ തിന്നുന്ന നാളിൽ മരിക്കുവാൻ ഇടയായിത്തീരും. അത് ദൈവം മനുഷ്യന് നൽകിക്കൊടുത്ത കൽപ്പനയാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന ഒരു മനുഷ്യനെ അല്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് ദൈവത്തോട് പാപം ചെയ്ത് ദൈവിക ബന്ധത്തിൽ നിന്നും
അകന്നു മാറുന്ന ഒരു മനുഷ്യനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ കൽപ്പനാ ലംഘനമാണ് മനുഷ്യനിൽ പാപമായി തീരുമാനമായി തീർന്നത്. ആദിമ മനുഷ്യനിൽ വന്നതായിരിക്കുന്ന പാപം നിമിത്തം മാനവകുലം മുഴുവൻ പാപികളാക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പാപത്തിന് അടിമപ്പെട്ടു പോകുവാനിടയായി. മനുഷ്യനിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം മുറിഞ്ഞു പോകുവാനിടയായി, നഷ്ടപ്പെട്ടു പോകുവാനിടയായി. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുവാനിടയായി. ദൈവം മനുഷ്യന് നൽകിയ പലതും അവനിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാനിടയായി. പിന്നീട് മനുഷ്യർ പെരുകി വർദ്ധിക്കുവാനിടയായി. മനുഷ്യൻ പെരുകുന്നതിനനുസരിച്ച് ഭൂമിയിൽ പാപത്തിന്റെ സ്വാധീനതയും വർദ്ധിച്ചു. പാപവും പെരുകുവാനിടയായി. മനുഷ്യർ പാപത്തിന് അടിമപ്പെട്ടു പോകുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ദൈവം അനുതപിച്ചു എന്നൊരു വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ദൈവം അനുതപിച്ചെങ്കിലും ദൈവ സൃഷ്ടിയുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യനെ ദൈവിക ഉദ്ദേശത്തിനും ദൈവിക പദ്ധതിക്കുമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഈ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. പിന്നെയോ പാപം ചെയ്ത് ദൈവിക ബന്ധത്തിൽ നിന്നും അകന്നു മാറിയ മനുഷ്യനെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുവാനിടയായി. ആ ദൈവിക ആഗ്രഹത്തിന്റെ തീരുമാനമാണ് കർത്താവായ യേശുക്രിസ്തു കാലാന്തരത്തിൽ ദൈവമായിരിക്കെ ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ക്രിസ്തുവേശു കടന്നു വരുവാൻ ഇടയായി. ആ യേശുക്രിസ്തുവാണ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്: ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടി അത്രേ ആകുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി സർവശക്തനായ ദൈവം എന്നേക്കുമായി ഒരുക്കിയ ഏക രക്ഷണ്യ പദ്ധതി അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാകുന്നു. അതുകൊണ്ടാണ് ബൈബിൾ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും, രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സുവിശേഷം പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് മനുഷ്യന്റെ രക്ഷിതാവെന്ന് പറയുന്നത്. ആ രക്ഷിതാവാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. ആ രക്ഷിതാവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ദാനമാണ് പാപമോചനം എന്ന് പറയുന്ന രക്ഷ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രമിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഇന്ന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷം ഇതിനു മുമ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇതുപോലെ
പല ദൈവദാസന്മാർ പല സന്ദർഭങ്ങളിലായി ഈ വഴിയോരത്ത് നിന്ന് ഈ സുവിശേഷത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും ഈ സുവിശേഷവുമായി ഇവിടെ തന്നെ ഞങ്ങളെ അയച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെ ദൈവം ഇവിടേക്ക് അയക്കുവാനിടയായത്. ഇന്ന് പകലിൽ ഇതാ ദൈവം ഒരവസരം നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നവരാണ്. ഇതാ നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ആണ്ടുകൾക്ക് ശേഷം ഈ സുവിശേഷത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ സുവിശേഷത്തെ ഒന്ന് അംഗീകരിക്കുവാൻ, സുവിശേഷത്തെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കുവാൻ, യേശുക്രിസ്തു എന്ന രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ലോകത്തിൽ എന്ത് വില കൊടുത്തെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്താലും അതുകൊണ്ടൊന്നും ലഭിക്കാത്ത വിലപ്പെട്ട ദാനമാകുന്ന പാപമോചനം എന്ന രക്ഷ നിങ്ങൾക്ക് വിശ്വാസത്താൽ പ്രാപിക്കുവാൻ സാധിക്കും. ഈ രക്ഷ പ്രാപിക്കുവാൻ, ഈ പാപമോചനം പ്രാപിപ്പാൻ ഒരു വിലയും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള മുഴുവൻ വിലയും യേശു നിങ്ങൾക്ക് പകരമായി, എനിക്ക് പകരമായി, മുഴുവൻ മാനവകുലത്തിനും പകരമായി കൊടുത്തു കഴിഞ്ഞു. കാൽവറി ക്രൂശിൽ സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി മാറിയ, ഭംഗപ്പാടുകൾ സഹിച്ച, യാതനകളും വേദനകളും സഹിച്ച യേശുക്രിസ്തുവിനെ ഇന്ന് പകലിൽ നിന്റെ രക്ഷിതാവായി, നിന്റെ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനും വായ് കൊണ്ട് ഏറ്റുപറയുവാനും തയ്യാറായാൽ താങ്കൾ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. താങ്കൾക്ക് പാപമോചനം ലഭിക്കുവാനിടയാകും. താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനിടയാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ലോകത്തോടിങ്ങനെ വിളിച്ചു പറഞ്ഞു, വിളംബരം ചെയ്തു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എന്താണ് മഹാസന്തോഷം എന്ന് ചോദിച്ചാൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതാ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിരിക്കുന്ന, ഒരു മാർഗം തുറന്നിരിക്കുന്നു. അതാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഇനി രക്ഷ നേടുവാൻ നിങ്ങളൊരു പ്രവൃത്തിയും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളൊരു കർമ്മവും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളൊരു ആചാരത്തിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല, തീർത്ഥയാത്രകൾ നടത്തേണ്ട കാര്യമില്ല, പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട കാര്യമില്ല. ലോകത്തിൽ എത്ര പണം കൊടുത്താലും കിട്ടാത്ത മഹത്തരമായ ദാനമാകുന്ന രക്ഷ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. അവൻ മുഴുമാനവകുലത്തിന്റെയും രക്ഷിതാവായ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാനിടയായി തന്റെ ശരീരത്തിന്റെ മുഴുവൻ രക്തവും മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി
അവൻ ഊറ്റി നൽകുവാൻ ഇടയായി. അത് ബൈബിൾ പറയുന്നത് രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അത് കാൽവറി ക്രൂശിൽ നിവർത്തീകരിക്കപ്പെടുവാനിടയായി. വിശുദ്ധ ബൈബിളിന്റെ പഴയ നിയമത്തിൽ ആത്മീയ പിതാക്കന്മാർ യാഗം കഴിക്കുന്നത് വിശുദ്ധ ബൈബിളിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പശുക്കിടാവിനെ, ആട്ടുകൊച്ചനെ, പ്രാവിൻ കുഞ്ഞിനെയൊക്കെ പിളർന്ന് യാഗം കഴിക്കുന്നതിനെ കുറിച്ച്, പലവിധ യാഗങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനിയൊരു യാഗവും നടത്തേണ്ട ആവശ്യമില്ല. ഇതാ യാഗങ്ങളുടെ പൂർത്തീകരണമായി സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ ഒരു പരമയാഗമായി മാറിക്കഴിഞ്ഞു. ഇത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. ഇന്ന് പകലിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അതേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ പാപമോചനം എന്ന രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, കർത്താവായിരിക്കുന്ന യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ആരാണോ അവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന വസ്തുതയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും യാഥാർത്ഥ്യമായിരിക്കുന്ന വസ്തുതയാണ്. 850 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിക്കുന്നതിന് 850 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചു. ആ പ്രവചനം നിറവേറ്റപ്പെട്ടു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പ്രവചിച്ചു. ആ പ്രവചനം നിറവേറ്റപ്പെട്ടു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രവചിച്ചു. ആ പ്രവചനവും നിറവേറ്റപ്പെട്ടു. ഇനി നിറവേറ്റപ്പെടുവാൻ ഒറ്റ പ്രവചനമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലൊരു മനുഷ്യനായി ജനിച്ചു. അത് 33 തിരുവയസ്സ് വരെ ജീവിച്ചു. പിതാവ് തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിച്ചു. ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. താൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ ജനന സമയത്ത് അതേ പരസ്യ വിളംബരം നടത്തി അതേ ദൈവത്തിന്റെ ദൂതന്മാർ താൻ മടങ്ങിപ്പോകുന്ന സമയത്ത് ഇപ്രകാരം പ്രസ്താവിക്കുവാനിടയായി, അവൻ പോയതുപോലെ മടങ്ങി വരുവാൻ ഇടയായിത്തീരും. ഇതാ യേശുവിന്റെ വരവിന്റെ മുന്നോടിയായി വെളിപ്പെടേണ്ട പ്രത്യക്ഷമായിരിക്കുന്ന അടയാളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദൈവജനത്തിന്റെ നിവൃത്തീകരണം എന്നുള്ള വിധത്തിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദര, സഹോദരി, ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകെ താങ്കളുടെ പരിമിതമായിരിക്കുന്ന ആയുസ്സിൽ തന്നെ താങ്കൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവിക ബന്ധത്തിനായി തീരുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ, യേശു മടങ്ങി വരുമ്പോൾ അവന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാനുള്ള ഭാഗ്യവും താങ്കൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. എന്നാൽ ഈ പരിമിതമായിരിക്കുന്ന ആയുസ്സിൽ ദൈവം താങ്കളെ കേൾപ്പിക്കുന്ന ഈ സുവിശേഷ സന്ദേശത്തെ തള്ളിക്കളഞ്ഞാൽ, ഈ രക്ഷയെ തള്ളിക്കളഞ്ഞാൽ യേശുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാൻ സാധിക്കത്തില്ല. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല നിത്യത പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ, ഞാനൊരു ഭാവിയായിരിക്കുന്ന മനുഷ്യനാകും. അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്റെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇന്ന് പകലിൽ ഹൃദയം കൊണ്ടെന്ന് വിശ്വസിച്ച ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വായ് കൊണ്ട് ഏറ്റു പറയുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.